നെക്സ്റ്റ് ബിഹേവിയർ ഓഫ് മെഷീനാണ്. ബിഹേവിയർ ഓഫ് മെഷീനിൽ നമുക്ക് 3 ടൈപ്പായിട്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം ഉണ്ട്. സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം നമ്മൾ ഫോം ചെയ്യുന്നത് ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിട്ടായിരിക്കും. പിന്നെ സ്റ്റേറ്റ് ടേബിൾ ഉണ്ട്. സ്റ്റേറ്റ് ടേബിൾ എന്ന് പറയുന്നത് ഒരു ടാബുലർ റെപ്രസെൻറ്റേഷൻ ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. പിന്നെ സ്റ്റേറ്റ് ഇക്വേഷൻ ഉണ്ട്. സ്റ്റേറ്റ് ഇക്വേഷനാണ് നമ്മുടെ ഓൾജിബ്രൈക് റെപ്രസെൻറ്റേഷൻ. ഈ സ്റ്റേറ്റ് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കറസ്പോണ്ടിങ് ഡയഗ്രാം ഡിസൈൻ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രാം ഫോം ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അറിയാം. എത്ര പോസിബിൾ ഔട്ട്പുട്ട് സ്റ്റേറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവോ ആ സ്റ്റേറ്റുകൾ നമ്മൾ ഒരു സർക്കിൾ ഷേപ്പിലായിരിക്കും നമ്മളിവിടെ സ്റ്റേറ്റ് ഡയഗ്രത്തിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. ABCD ഈ 4 സ്റ്റേറ്റാണ് നമ്മുടെ സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റിൽ ഓരോ സ്റ്റേറ്റിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പാസ് ചെയ്യുന്ന, അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ആ മൂവ്മെൻറ്റ് നമ്മളവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ കേസ് എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്കുള്ള ആ ചേഞ്ചസിനെയാണ് ഞാനിവിടെ ആരോ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത്. അപ്പം ഈ ഓരോ സ്റ്റേറ്റിനെ ABCD എന്ന് പറഞ്ഞിരിക്കുന്ന ഈ 4 സ്റ്റേറ്റിനെ ഞാൻ ബൈനറി വാല്യൂ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. 0 0 0 1 1 0 1 1. അപ്പം ഈ ഓരോ സ്റ്റേറ്റും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റിൽ നിന്നുള്ള വേറൊരു സ്റ്റേറ്റിലുള്ള മൂവ്മെൻറ്റ് ആരോ വെച്ച് കാണിക്കുന്നു. ഇനി ഈ ഓരോ സ്റ്റേറ്റിലും നമ്മൾ മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ഓരോ ആരോസിനും ഇൻ ബിറ്റ്വീനായിട്ട് നമുക്ക് എന്തുണ്ട്, ഓരോ ഇൻപുട്ട് വാല്യൂസ് ഞാനിവിടെ അസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻപുട്ട് വാല്യൂസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് 0 0 എന്ന് പറയുന്നത് എൻ്റെ സെയിം സ്റ്റേറ്റിനെ തന്നെയാണ് എനിക്ക് അവിടെ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ അതാണ് എൻ്റെ 0 എന്ന് പറഞ്ഞുകൊണ്ട് ഡിനോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 0 ഈ 1 0 എന്നൊക്കെ പറയുന്നതാണ് എൻ്റെ ഈ കറസ്പോണ്ടിങ് സ്റ്റേറ്റിൻ്റെ ഇൻപുട്ട് വാല്യൂ എന്ന് പറയുന്നത്. അതായത് 0 0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഇൻപുട്ട് വാല്യൂ ഞാനിവിടെ 1 അപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് 0 1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് അവിടെ എന്ത് ചെയ്യണത്, മൂവ്മെൻറ്റ് നടക്കുന്നത്. ഇനി അടുത്ത കേസിലാണ് വരുന്നത്, ഇനി ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റേറ്റിൽ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുക. അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കണമെന്ന് പറയുന്നത്, അപ്പം ഈ 0 എന്ന് പറയുന്നതാണ് എൻ്റെ ഇൻപുട്ട്, 1 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഔട്ട്പുട്ട്. അതായത് ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് എന്തെന്ന്, ഔട്ട്പുട്ടും ബ്ലൂ കളറിലുള്ളതാണ് ഇൻപുട്ടും. അപ്പോൾ 0 0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നമ്മൾ അത് സെൽഫ് സ്റ്റേറ്റായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ട് 0യും നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് സെറ്റ് 1 ആയിട്ടാണ് ഞാനിവിടെ അസ്യൂം ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 0 0യിൽ നിന്ന് 0 1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് 1 ആയിരിക്കും, പക്ഷേ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് റിസൾട്ട് എന്ന് പറയുന്നത് എന്താ, 0യാണ്. അപ്പോൾ ഈ ഒരു മാനറിൽ എൻ്റെ സ്റ്റേറ്റ് ഡയഗ്രത്തിനെ ഡിസൈൻ ചെയ്യുന്നതിനെയാണ് മെയിലി മെഷീൻ ഡിസൈൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മൂർ മെഷീൻ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ മൂർ മെഷീൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സർക്കിളിൻ്റെ അകത്തായിട്ടായിരിക്കണം. അതായത് ഓരോ സ്റ്റേറ്റ്സ് ഓഫ് സർക്കിളിൻ്റെ അകത്തത് ഇൻസൈഡ് ആയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണത്, ഔട്ട്പുട്ട് വാല്യൂ അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മെയിലിയിൽ 0 0 എന്ന് പറയുന്ന സ്റ്റേറ്റ് സെൽഫ് സ്റ്റേറ്റ് ആയപ്പോൾ 0 ഇൻപുട്ട് കൊടുത്ത് 1 ഔട്ട്പുട്ട്. ഈ 1 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഈ സ്റ്റേറ്റിൻ്റെ അകത്തായിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ 0 1ൽ 1 ഇൻപുട്ട് കൊടുത്തു 0 ഔട്ട്പുട്ട് ആണെങ്കിൽ ഇവിടെ 1 ഇൻപുട്ട് ഇവിടെ 1 ആണ് ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഔട്ട്പുട്ട്. ഇപ്പോൾ ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ എന്താ, 0 ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പം അത് ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണത്, അവിടെ കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്റ്റേറ്റ് ടേബിൾ കൺസ്ട്രക്ഷൻ. സ്റ്റേറ്റ് ടേബിൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മൂർ മെഷീൻ്റെ ഒരു സ്റ്റേറ്റ് ഡയഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ് ഡയഗ്രാം വെച്ചിട്ട് നമ്മളൊരു സ്റ്റേറ്റ് ടേബിൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ടേബിൾ എന്ന് പറയുന്നത് ഇൻപുട്ടും പ്രസൻറ്റ് സ്റ്റേറ്റും വെച്ച് നെക്സ്റ്റ് സ്റ്റേറ്റിനെയും ഔട്ട്പുട്ടിനെയാണ് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടത്. അപ്പം ഇൻപുട്ട് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം, 0യും 1ഉം കോമ്പിനേഷൻസ് ആണ് എൻ്റെ ഇൻപുട്ട്സ് ആയിട്ട് ഞാനിവിടെ ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോ ഇവിടെ 4 സ്റ്റേറ്റ്സ് ഉള്ളത് കൊണ്ട് 0 വിൽ ബി ആക്ട് ആസ് എന്താ, 4 സ്റ്റേറ്റ്, ആൻഡ് 1 വിൽ ബി ആക്ട് ആസ് എന്താ, അടുത്ത 4 സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ അതാണ് ഇവിടെ 4 zeros-ഉം 4 1s-ഉം കൊടുത്തിരിക്കുന്നത്. ഇനി എൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ, ഈ 0s ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് എനിക്കിവിടെ പ്രസൻറ്റ് സ്റ്റേറ്റ് 0 0 0 1 1 0 1 1 വരും. അതുപോലെ തന്നെ 1 ആണ് ഇൻപുട്ട് ട്രാക്ക് ചെയ്യുന്നതെങ്കിൽ എനിക്ക് എന്താ, വീണ്ടും എഗെയിൻ അടുത്ത 4 സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇനി ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യുക, നെക്സ്റ്റ് സ്റ്റേറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 0 0
എൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റ് ഇൻപുട്ട് കൊടുത്തു, എൻ്റെ 0 ആണ് എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പം അത് ഫോം ചെയ്യുന്ന നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താ? നെക്സ്റ്റ് സ്റ്റേറ്റ് ഇല്ല. അതെന്താ? സെയിം സ്റ്റേറ്റിൽ തന്നെയാണ് അവിടെ എന്ത് ചെയ്തേക്കുന്നത്? ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താ? 0 ആണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്താ ഇവിടെ താഴെ വന്നിരിക്കുന്നത്? 1 ആണ്. അതാണ് ഇവിടെ 1 ഔട്ട്പുട്ട് പൈ 1 ആക്കി എഴുതിയിരിക്കുന്നത്. ഇനി 0യും 1ഉം കൊടുത്തു. അപ്പോൾ 0യും 1 എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റാണ് 0, 1 എന്ന് പറയുന്നത്. അപ്പോൾ 0, 1ൽ 0 ആണ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 0 ഇൻപുട്ട് കൊടുത്തതിന് കഴിയുമ്പോൾ നമുക്ക് എന്താ വന്നാൽ ഈ 0, 1ൽ 0 ഇൻപുട്ട് അവിടെ ഫോം ചെയ്യുന്ന സമയത്ത് പോകുന്നത് എവിടത്തേക്കാണ് പോകുന്നത്? 1, 1ലേക്കാണ് പോകുന്നത്. അപ്പോൾ 1, 1 വന്നു. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത് എന്താ? ഇവിടെ 0 ആണ്. അപ്പം ഈ 0 ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് എഗെയിൻ ഞാൻ 1, 0 കൊടുത്തു. 1, 0യിൽ ഇതാണ് 1, 0 സ്റ്റേറ്റ്. ഈ 1, 0യിൽ 0 ഇൻപുട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 0 ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങടേക്ക് ഇവിടത്തേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാ? 0, 1 ആണ്. അതിൻ്റെ ഔട്ട്പുട്ട് എന്താ? 1 ആണ്. അതാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൂർ മെഷീൻ്റെ സ്റ്റേറ്റ് ടേബിൾ നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതേ സെയിം മാനറിൽ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നീലി മെഷീൻ്റെ സ്റ്റേറ്റ് ടേബിളും ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നീലി മെഷീൻ്റെ സ്റ്റേറ്റ് ടേബിളിൽ നമ്മൾ ഇതുപോലെ തന്നെ ഇൻപുട്ടും ഉണ്ട്, ഔട്ട്പുട്ടും ഉണ്ട്, അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റേറ്റും ഉണ്ട്. നമ്മൾ പ്രസൻറ്റ് സ്റ്റേറ്റ് നെക്സ്റ്റ് സ്റ്റേറ്റും വെച്ചിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ 0, 0 കൊടുത്തു, 0 ഇൻപുട്ട് കൊടുത്തതിന് കഴിയുമ്പോൾ എൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സെൽഫ് സ്റ്റേറ്റ് ആണ് അവിടെ. അപ്പോൾ 0, 0 തന്നെ വന്നിരിക്കുന്നത്. എൻ്റെ ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും വരുന്നത്? 1 ആണ്. അപ്പോൾ ഈ 1 ആണ് എന്ത് ചെയ്തേക്കുന്നത്? ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നേരത്തെ കേസിൽ നമ്മൾ ഈ താഴത്തെ 1 ആയിരുന്നു ഈ ഔട്ട്പുട്ടിന് എഴുതിയിരുന്നത്. ഇവിടെ എന്താ? സൈഡിലുള്ള 1 ആണ് എന്ത് ചെയ്യുന്നത്? ഈ 1 ആയിട്ട് നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് എഴുതുന്നത്. ഇനി 0, 1 കൊടുത്തു. 0, 1 എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റിന് 0 ഇൻപുട്ട് കൊടുത്തതിന് എന്ന് പറയുന്നത് ഏതാ? 0 ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതാണ് 0 ഇൻപുട്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് അവിടത്തേക്ക് പോയി, 1, 1ലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ എന്താ കിടക്കുന്നത്? ഇവിടെ 1 ആണ്. അപ്പോൾ ഈ 1 ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഫോം ചെയ്യുക. പിന്നെ നമ്മൾ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ടൈമിംഗ് ഡയഗ്രം നമ്മൾ വരയ്ക്കുവാണ്. അപ്പോൾ നമ്മുടെ ഓരോ ക്ലോക്ക് പൾസ് നമ്മൾ കൊടുത്തു. എല്ലാം റൈസിങ് കണ്ടീഷൻസ് ആണ്. അപ്പോൾ റൈസിങ് കണ്ടീഷൻ കൊടുത്ത് നമുക്ക് എക്സും വൈയും എന്ത് ചെയ്യും? നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ വൈ എന്ത് ചെയ്തു? അതുപോലെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട്